നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ BA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം പ്രീ ഹിസ്റ്ററി ടു 7th സെഞ്ചുറി CE എന്ന പേപ്പറിലെ 3ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ യൂണിറ്റിന്റെ പേര് NBPW കൾച്ചർ എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അതായത് NBPW കൾച്ചർ. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ PGW കൾച്ചറിനെ കുറിച്ചും OCP കൾച്ചറിനെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓരോ കാലഘട്ടത്തിലെയും പെക്യൂലിയർ ആയിട്ടുള്ള മെറ്റീരിയൽ റിമൈൻസിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് കാലഘട്ടങ്ങൾക്ക് പേര് നൽകുന്നത്. ഇവിടെ നമ്മൾ NBPW എന്നാൽ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ എന്നാണ് അർത്ഥം. നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ, അതായത് മൺപാത്രങ്ങൾ തന്നെയാണ്. ഇത് നോർത്തേൺ റീജിയനിൽ നിന്ന്, വടക്കു ഭാഗത്ത് നിന്ന്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള, കറുത്ത നിറത്തിലുള്ള, വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള വെയറുകളാണ്, അതായത് മൺപാത്രങ്ങളാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ NBPW കൾച്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു NBPWന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതൊരു ഏർബൻ കൾച്ചർ ആയിട്ടുള്ള, അയൺ ഏജിലെ തന്നെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള, കുറെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലെ മോഡേൺ കൾച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഏർബൻ കൾച്ചറിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് BC 700 മുതൽ 200 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ നിന്ന് ഈ ഒരു കാലഘട്ടത്തിനെയാണ് NBPW റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഒരു 700 മുതൽ 200 BC കാലഘട്ടത്തിനിടയിലുള്ള അവരുടെ സാമ്പത്തിക നിലയെ കുറിച്ച്, അവരുടെ പോട്ടറി മേക്കിങ്ങിലെ അവർ അന്ന് ഫോളോ ചെയ്തിരുന്ന ടെക്നോളജിയെ കുറിച്ച്, മറ്റു മേഖലകളിലുള്ള അവരുടെ ടെക്നോളജി, ട്രേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് NBPW കൾച്ചറിലേത് NBPWയിൽ നിന്ന് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാത്രങ്ങളുടെ, അതായത് NBPW പാത്രങ്ങളുടെ ഒരു പ്രത്യേകത നമുക്ക് നോക്കാം. പേരിൽ തന്നെയുണ്ട്, ഇത് ബ്ലാക്ക് കളറിലുള്ളതാണ്. അതായത് നല്ല ചുട്ടെടുത്ത് നല്ല ബ്ലാക്ക് കളറിലുള്ള ഗ്ലോസി ആയിട്ടുള്ള നല്ല തിളക്കമുള്ള പ്രതലമായിരുന്നു NBPWന്റെ ഒരു പ്രത്യേകത. വളരെ നല്ല തിളക്കമുള്ള ഗ്ലാസ് പാത്രങ്ങളോട് സമാനതയുള്ള രീതിയിൽ തിളങ്ങുന്ന കറുത്ത മൺപാത്രങ്ങളാണ് ഈ പറയുന്ന NBPW. ഇനി നമുക്ക് ഇതിന്റെ ചില പ്രത്യേക ആസ്പെക്ട്സ്, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, എന്തെല്ലാം, ഏത് ടൈപ്സ് ഓഫ് പോട്ടറി ആണ്, അതിന്റെ ടൈം ലൈൻ എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ NBPW കൾച്ചർ ഡെവലപ്പ് ചെയ്തത് ഒരു ലോവർ ഗാംഗറ്റിക് പ്ലെയിൻസിലാണ് NBPW കൾച്ചർ ഡെവലപ്പ് ചെയ്തിരുന്നത്. ഗംഗാതടത്തിന്റെ ലോവർ പോർഷനിൽ, അപ്പം താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി ആര്യന്മാര്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, സപ്തസൈന്ധവത്തിൽ നിന്ന് ഗംഗാവാലിയിലേക്ക്, ഗംഗാതടത്തിലേക്ക്, അതായത് കിഴക്കോട്ട് നീങ്ങി, അല്ലെ? സപ്തസൈന്ധവം നമുക്കറിയാം, ഒരു രാജസ്ഥാന്റെയും ഗുജറാത്തിന്റെയും പഞ്ചാബ്, പാകിസ്ഥാന്റെ ഭാഗത്താണല്ലോ സിന്ധു നദി ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നീങ്ങുമ്പോഴാണ് ഗംഗാ നദി ഉള്ളത്. അപ്പോ കിഴക്കോട്ട് ഒരു ഈസ്റ്റ്വേർഡ് മൂവ്മെന്റിന്റെ ഫലമായിട്ടാണ് അവർ ഇവിടെ ഗംഗാ സമതലത്തിലേക്ക്, ഗംഗാതടത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ഒരു ഗംഗാതടത്തിന്റെ ലോവർ പ്ലെയിൻസിൽ നിന്ന് ഉടനീളം നമുക്ക് ഈ പറയുന്ന NBPW ലഭിച്ചിട്ടുണ്ട്. ഇനി ഇത് ഗ്രേ വെയർ പോട്ടറി, അതുപോലെ റെഡ് വെയർ പോട്ടറി കൾച്ചർ ഒക്കെയാണ് ഇതിനെ തുടർന്ന് വരുന്നത്. അപ്പോൾ ഇതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇത്തരം പോട്ടറിയുടെ പ്രത്യേകത, ഇത് വളരെ സ്ലിം ആയിട്ടുള്ള, കനം കുറഞ്ഞ തിന്നായിട്ടുള്ള പാത്രങ്ങളായിരുന്നു NBPWയിൽ ഉണ്ടായിരുന്നത്. അതായത് ടെക്നോളജി കുംഭാരന്റെ ചക്രം ഉപയോഗിച്ച് തന്നെയാണ്, അതായത് പോട്ടേഴ്സ് വെയിൽ ഉപയോഗിച്ചാണ് ഇത്തരം പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് വളരെ തിന്നായ രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ഗുണമേന്മയുള്ള രീതിയിൽ ഇത്തരം പാത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ അന്നത്തെ ആളുകൾ അഗ്രഗണ്യരായിരുന്നു. ഇനി ഇതിന്റെ പ്രത്യേകത, വളരെ സ്ലിം ആയിരുന്നു, ബ്ലാക്ക് ആണ്. അതുപോലെ ഇതിന്റെ സ്ലിപ്പുകൾ, സൈഡുകളൊക്കെ എന്താണ്, മറ്റു കളേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് റെഡ് കളറ്, ഓച്ചർ കളർ എന്ന് പറഞ്ഞാല് കാവി നിറമാണ്, കാവി നിറമുള്ള കളറുകൾ, സിൽവറും ഗോൾഡും ഒക്കെ കളറുകളിലുള്ള വശങ്ങൾ ഇതിന് ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക, നല്ല കറുത്ത് തിളങ്ങുന്ന ടൈപ്സ് ഓഫ് വെസൽസ്, പാത്രങ്ങള്, മൺപാത്രങ്ങള്, അതിന്റെ സൈഡുകൾ ചിലത് നല്ല റെഡ് കളറിലുള്ള കളറുകളോട് കൂടിയ വക്കുകളായിരുന്നു.
ഇനി ചിലതിന് അത് ഗോൾഡൻ കളർ ഉണ്ടാവും, ചിലതിന് സിൽവർ കളർ ഉണ്ടാവും, ചിലതിന് ഓച്ചെ കളർ, അതായത് നമ്മൾ OCP കൾച്ചറിലെ പാത്രങ്ങളുടെ കളർ പറഞ്ഞില്ലായിരുന്നോ, നല്ല കാവി നിറത്തോട് കൂടിയത്. അപ്പൊ ഇങ്ങനെയുള്ള വെറൈറ്റി കളേഴ്സ് ഒക്കെയുള്ള ചുരുക്കത്തില് വളരെ ഭംഗിയുള്ള ഒരു ആർട്ട് പീസ് കൂടിയായിരുന്നു ഇത്തരം പാത്രങ്ങൾ. ഇനി ഈ പോട്ടറി വളരെ ടെക്നോളജിക്കൽ ബ്രില്യൻസിന്റെ അങ്ങേ അറ്റമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ ടെക്നോളജിക്കൽ ബ്രില്യൻസിന്റെ ഒരു പീക്ക് ലെവൽ പ്രോഡക്ട്സ് ആയിരുന്നു ഈ NBPW എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ടൈം ലൈൻ നമ്മൾ നേരത്തെ റഫായിട്ട് ഇതിന്റെ ടൈം ലൈൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പെക്യൂലിയർ ആയിട്ട് ഇതിന്റെ ടൈം ലൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 BC ടു 300 BCക്കിടയിൽ നിന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത്. എങ്കിലും ഒരു ഇത് മൗര്യൻ എംപയറുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി urbanization ഒരു കാലഘട്ടത്തിലാണ് NBPW ഉണ്ടായിട്ടുള്ളത്. ഇത് സെക്കൻഡ് urbanization നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ആര്യൻ പീരീഡിന് ശേഷം സെക്കൻഡ് urbanization ആണ് ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ, അതായത് മഹാജനപദങ്ങളൊക്കെ ഉയർന്നു വരുന്ന കാലം. സോ ഇതൊരു സെക്കൻഡ് urbanization പീരീഡിന്റെ പ്രോഡക്റ്റ് കൂടിയായിരുന്നു NBPW. ഇനി ഇതിന്റെ മറ്റു ആസ്പെക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ ജനപദങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ജനപദങ്ങൾ ഉയർന്നു വരിക എന്ന് പറയുമ്പോൾ ഒരു രാജകീയ, ഒരു മൊണാർക്ക് അവിടെ ഉയർന്നു വരുന്നുണ്ട്. അവരുടെ ലിവിങ് ലൈഫ് സ്റ്റൈല്, അതുപോലെ മെത്തേഡ്സ്, ഇതെല്ലാം ക്വാളിറ്റി കൂടുന്നുണ്ട്, ക്വാളിറ്റി ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ഉയർന്ന വിഭാഗങ്ങൾക്കും നോബിൾ ക്ലാസ്സിനും പ്രീസ്ലി ക്ലാസ്സിനും ഒക്കെ പ്രത്യേക ക്വാളിറ്റി ഉള്ള തരത്തിലുള്ള നിത്യോപയോഗ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജനപദങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരം ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ മുഗൾ പീരീഡിലൊക്കെ രാജകീയ കർഖാനകള്, അതായത് വർക്ക്ഷോപ്സ്, ഈ രാജ കൊട്ടാരത്തിലേക്കുള്ള പ്രോഡക്റ്റ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ NBPW ഒക്കെ ഉണ്ടായത് തന്നെ ഈ രീതിയിൽ ഉയർന്ന ക്ലാസ്സില് ഉയർന്ന ഗുണനിലവാരമുള്ള പ്രോഡക്റ്റ് അവൈലബിൾ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. സോ ഇത് അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റിൽ നിന്നാണ് അവിടെ സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുന്നത്. അതിൽ നിന്നാണ് പുതിയ രാഷ്ട്രീയ സ്വഭാവമുള്ള ക്ലാസുകൾ വളർന്നു വരുന്നത്, പുതിയ ഭരണകൂടം, പുതിയ ഭരണത്തിന്റെ രീതികൾ വളർന്നു വരുന്നതൊക്കെ ഇതിൽ നിന്നാണ്. സോ അപ്പൊ നമുക്ക് ഈ NBPW കൾച്ചറിനെ അഗ്രികൾച്ചറിന്റെ ഉന്നതിയുമായിട്ടും പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഉന്നതിയുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വായിക്കാവുന്നതാണ്. കൂടാതെ ബുദ്ധമതവും ജൈനമതവും ഒക്കെ വളർന്നു വരുന്ന ഒരു പീരീഡും കൂടിയാണ് ഈ NBPW കൾച്ചർ എന്ന് പറയുന്നത്. ഇനി ഈ കാലഘട്ടത്തിലെ മെറ്റീരിയൽ റിമൈൻസ് മെയിൻ ആയിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ബ്രിക്സ് എന്ന് വെച്ചാല് ചൂളയിലിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള, ചുട്ടെടുത്തിട്ടുള്ള നല്ല ഉറപ്പ് ഉള്ള ഇഷ്ടികകളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. അതായത് മഡ് ബ്രിക്ക് താരതമ്യേന ഉറപ്പ് കുറവായിരിക്കും, താഴേക്കിട്ട പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള, അതിന്റെ മുകളിൽ പ്രഷർ ചെലുത്തിയാൽ പൊട്ടുന്ന രീതിയിലുള്ളതാണ്. സൺ ബേക്ക്ഡ് ആയിട്ടുള്ള ഇത്തരം ബ്രിക്കുകളാണ് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ സൺബേക്ക് ആയിട്ടുള്ള ബ്രിക്കിനേക്കാളും, സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുത്തിട്ടുള്ള ബ്രിക്സിനേക്കാളും വളരെ സ്ട്രോങ് ആണ്, 10 മടങ്ങ് സ്ട്രോങ് ആണ് ചൂളയിലിട്ട് ഉണക്കിയെടുക്കുന്ന ബ്രിക്സ്. അതായത് ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യ അങ്ങനെയാണ്, നമ്മൾ ചൂളയിലിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള ബ്രിക്സ് ആണ് നമുക്ക് ഇന്നൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന ബ്രിക്സ്. അപ്പോൾ ഈ തരത്തിലുള്ള വളരെ ഉയർന്ന താപനിലയിൽ ചൂടാക്കി എടുത്തിട്ടുള്ള, ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ബ്രിക്സ് തന്നെയാണ് അന്ന് അവർ ഉപയോഗിച്ചിരുന്നത്. കൂടാതെ പല അടുപ്പുകളുള്ള അതായത് ഒന്നിലധികം അടുപ്പുകൾ ഉള്ള ഒറ്റ അടുപ്പ്, അതിന്റെ ഒരു സിസ്റ്റം അന്ന് നിലവിലുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ ഓവൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മൾട്ടിപ്പിൾ ഓവനുകൾ അന്ന് നിലവിലുണ്ടായിരുന്നു. ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് അടുപ്പുകളുള്ള ഒരു വലിയ അടുപ്പിന്റെ ശൃംഖല, അതാണ് വലിയ കൊട്ടാരങ്ങളിലൊക്കെ അവര് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇനി പലതരത്തിലുള്ള കോപ്പറിന്റെയും അയണിന്റെയും ഒബ്ജക്ട്സ് അന്ന് അവര് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു NBPW കൾച്ചറിൽ നിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. കോപ്പറിന്റെ പ്രതിമകള്, അതുപോലെ നിത്യോപയോഗ സാധനങ്ങള്, യൂട്ടൻസിൽസ്, മറ്റു കൊളുത്തുകള്, ഇങ്ങനെയുള്ള കുറെ പ്രോഡക്ട്സ്. കൂടാതെ ഇരുമ്പിന്റെ ആയുധങ്ങൾ, ഇത് ഒരു അയൺ ഏജ് കൾച്ചർ കൂടിയാണല്ലോ. സോ ഇരുമ്പിന്റെ ഒരുപാട് വെപ്പൺസ്, അങ്ങനെയുള്ള
പ്രോഡക്ട്സ്, നിത്യോപയോഗ വസ്തുക്കളെല്ലാം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ടെറാക്കോട്ട ബീഡ്സ്, കളിമണ്ണിൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബീഡ്സും മറ്റ് മുത്തുകള്, അതുപോലെ ആഭരണങ്ങള്, ഇതെല്ലാം നമുക്ക് ഈ ഒരു കാലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കളിപ്പാട്ടങ്ങളാണ് ഈ കാറ്റഗറിയിൽ പെടുന്ന പ്രധാനപ്പെട്ട മറ്റു വസ്തുക്കൾ. പലതരത്തിലുള്ള സ്ലിംഗ് ബോളുകള്, വളകള്, ചക്രമുള്ള കളിപ്പാട്ടങ്ങള്, പാവകള്, ഇതെല്ലാം ടെറാക്കോട്ടയില് മേക്ക് ചെയ്തിരിക്കുന്ന ഇത്തരം പ്രോഡക്ട്സ് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.